ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ യാത്രാ ദുരിതമാണ്. ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെ പലയിടത്തും വെള്ളക്കെട്ടാണ്. AC കനാൽ കരകവിഞ്ഞൊഴുകുകയാണ്. ലോവർ കുട്ടനാടിന്റെ പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളക്കെട്ടിലാണ്. ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൈനഗരിയിൽ നിന്ന് മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, വെരി ഗുഡ് മോർണിംഗ് മനീഷ്. എന്താണ് ലോവർ കുട്ടനാട് ഭാഗത്തൊക്കെയുള്ള പൊതുവായിട്ടുള്ളൊരവസ്ഥ? നേരത്തെ ചെങ്ങന്നൂര് കനത്ത മഴയായിരുന്നു. ചില ആളുകളെയൊക്കെ വീട്ടിനകത്ത് കാണാം. ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴയൊന്ന് മാറി നിൽക്കുന്നു, അതല്പം ആശ്വാസകരമാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയോ മനീഷ്? കുമാർ, ഇത്രയും നേരം മഴയ്ക്കൊരു ശമനം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ചെറിയ രീതിയിൽ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെ ശക്തമായ മഴയുണ്ടായിരുന്നു. അതായത് രാത്രിയിൽ 9 മണിക്ക് ശേഷം പിന്നീട് രാത്രി ഒരു 12-1 മണി വരെ അതിശക്തമായ മഴ ജില്ലയുടെ പല ഭാഗത്തും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ വരെ മഴ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. മഴയ്ക്ക് ശമനം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ലോവർ കുട്ടനാട് ഏരിയയിലാണ്, കൈനഗരിയിലാണ്. ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് വന്നാൽ അത് ബാധിക്കുന്ന ഇടം കൈനഗരിയാണ്. കാരണം സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള പ്രദേശമാണ്. ഇവിടെ നിന്ന് ഒഴുകിപ്പോകാനടക്കം താമസിക്കുന്ന പ്രദേശമാണ്. ഇവിടെ ഒരു വീടിന്റെ അവസ്ഥ നമുക്ക് നോക്കാം. അതായത് നിലവിൽ വെള്ളക്കെട്ട് വരുന്ന തുടക്കം മാത്രമേ ഉള്ളൂ. ഇത് രൂക്ഷമായ സാഹചര്യമല്ല എങ്കിൽ പോലും ഒരു വീട്ടിലെ അവസ്ഥ, അതായത് വീടിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ മാറി താമസിക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് ഇവിടെ തന്നെ താമസിക്കുന്ന 2 പേരുടെ ഒരു വീടാണ്. ആ വീട്ടിൽ പ്രായമായ ഒരാളുണ്ട്. അയാളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ, രോഗിയായ പ്രായമായ ഒരു ചേട്ടനാണ്. അപ്പം അങ്ങനെ ഇവർ ഇന്നലെ രാത്രി ഈ വീട്ടിലാണ് കിടന്നതെന്നാണ് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം. ഈ വെള്ളക്കെട്ടുള്ള ഈ വീടിന്റെ എല്ലാ ഭാഗത്തും, കിടപ്പുമുറിയിലും ഹാളിലും അടുക്കളയിലും അങ്ങനെ എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. ഇവിടെ അടുക്കളയിലേക്ക് കയറിയാൽ നമുക്ക് കാണാം ഇവിടെ പാചകം നടക്കുകയാണ്. പക്ഷെ അപ്പോഴും വെള്ളക്കെട്ട് നിന്നും മാറി നിൽക്കാൻ കഴിയുന്നില്ല. അതായത് ഈ വീട് തന്നെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ അവസ്ഥയാണ്. കാരണം വെള്ളക്കെട്ട് നിരന്തരം വന്ന് നിന്നത് ആ ഭിത്തി അടക്കം നനഞ്ഞ് കുതിർന്നു നിൽക്കുന്ന രീതിയാണ്. അങ്ങനെയുള്ള ഒരു കെട്ടുറപ്പില്ലാത്തൊരു വീട്ടിനകത്ത് ഇപ്പോഴും ഈ വെള്ളക്കെട്ട്, അതായത് ഈ വെള്ളക്കെട്ട് അനക്കമില്ലാത്ത വെള്ളമാണ്. സാധാരണ ഒഴുകി പോകുന്ന വെള്ളമല്ല, ഇതിങ്ങനെ മണിക്കൂറുകളോളം കിടക്കുന്ന വെള്ളമാണ്. ഇവിടെ എലിയോ മറ്റ് കാര്യങ്ങളൊക്കെ ചത്തും അങ്ങനെയൊക്കെ തന്നെ എത്തുന്നു. അങ്ങനെ വലിയ ജലജന്യ രോഗം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ചേച്ചി, എന്താ ഇവിടെ നിന്ന് മാറി താമസിക്കുന്നത്? ക്യാമ്പിലേക്ക് പോകാത്ത എന്താ? ക്യാമ്പ് അടുത്തൊന്നും ഇല്ല. പിന്നെ പപ്പായ്ക്ക് സുഖമില്ലാതിരിക്കുക, ക്യാൻസർ, ലിവർ ക്യാൻസർ. പിന്നെ ഹീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ പോകാൻ പുള്ളിക്ക് ഞാൻ മരിക്കുന്ന ഇവിടെ കിടന്ന് മരിച്ചോന്നും പറഞ്ഞുള്ള ഇതാണ്. പിന്നെ അടുത്ത ഉടനെ പോകണം ആശുപത്രി. പിന്നെ സുഖമില്ലാതിരിക്കുന്ന കാരണം എല്ലാവർക്കും ഒരു പേടിയല്ലേ. നമ്മളെ പെൺപിള്ളേരാ 3 പേര്. അവര് കല്യാണം കഴിച്ച് ഒരാളുടെ 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞു. ഞാനാ നോക്കുന്നത്. അവര് പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് അവരെ കെട്ടിച്ച വിട്ട വീട്ടിൽ അതുകൊണ്ട് 8-ാം തീയതി സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടി ഇപ്പം ലിവർ ഫംഗ്ഷൻ എല്ലാം കൂടുതലാണ്. അപ്പം 2.5 മാസമായിട്ട് ഞങ്ങൾ 2 ആഴ്ച ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പം സാമ്പത്തികമായിട്ട് അറിയാമല്ലോ, ഈ അസുഖം ഉള്ളത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമുക്ക് സാമ്പത്തികം. പിന്നെ എന്നാലും മക്കള് അവരെ കൊണ്ട് പറ്റുന്നവർക്കൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വെള്ളക്കെട്ട് നിറഞ്ഞ വീടാണ്. ആ വീട്ടിൽ നിന്നും അടുത്തെങ്കിലും ക്യാമ്പ് ഇല്ലാത്തതാണ് പ്രശ്നം. ഒപ്പം തന്നെ രോഗിയായ ഈ വല്യപ്പനുള്ളത് കൊണ്ട് തന്നെ ദൂരെ എങ്ങോട്ടേക്കും പോകാറില്ല. സഹായത്തിന് പോലും അധികം ആരും ഇങ്ങോട്ടേക്ക് വരാറില്ലെന്ന് കൂടി ഇവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു നിലവിലത്തെ നിലയാണ് ഈ വീട്ടിലുള്ളത്. അങ്ങനെ ഇത് ഈ വീടിന്റെ മാത്രം അവസ്ഥയല്ല, കൈനഗരി പഞ്ചായത്തിലെ ഒരു 10-50 വീടിന് മുകളിൽ സ്ഥലങ്ങളിൽ ഇങ്ങനെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കിടപ്പുമുറിയിൽ വെള്ളക്കെട്ട് നിറഞ്ഞ സ്ഥലത്ത് കിടന്നുറങ്ങേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ മഴ കൂടിയിട്ടുണ്ട്. ഇനി AC റോഡിന്റെ അവസ്ഥ. AC റോഡിൽ ഇന്നലെ മുതൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഭാഗികമായി ഗതാഗതം നിലച്ചിരുന്നു. ഇപ്പോഴിതാ AC റോഡിന്റെ കിടങ്ങറ ഭാഗത്ത് മാത്രമല്ല മറ്റു ചില ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ഗതാഗതം പൂർണ്ണമായി തടഞ്ഞിട്ടില്ല. അവിടെ വാഹനങ്ങൾ പോകും. പക്ഷേ വാഹനങ്ങൾ പോയാലും ചില വാഹനങ്ങൾ അവിടെ ഓഫ് ആകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട പ്രദേശം മുട്ടാറാണ്. ലോവർ കുട്ടനാട്ടിന്റെ അവസ്ഥ ഓരോ മണിക്കൂറുകളിലും അവിടെ വെള്ളം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ തുടങ്ങിയ ആറുകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. എന്നാൽ വരുന്ന മണിക്കൂറുകളിൽ മഴ കൂടിയാലോ കിഴക്കൻ വെള്ളത്തിന്റെ വരവ് അത് വർദ്ധിച്ചാലോ വലിയ അപകടം അല്ലെങ്കിൽ വലിയ ഭീഷണി കുട്ടനാട് മേഖലകളിൽ ഉണ്ടാകും. മനീഷ് മഹിപാൽ, ഒരു പ്രേക്ഷകൻ ജോൺ മാത്യു പറയുന്നു, AC റോഡിലെ വെള്ളം ഉയരാൻ കാരണം പൊഴിമുഖത്ത് മണൽക്കൂന മാറ്റാത്തതും പൊഴിമുഖത്ത് പോളകൾ വാരാത്തതുമാണ്. ശരിയാണ് കേട്ടോ, കുറേയൊക്കെ അത് ശരിയാണ്. 10 വർഷത്തിന് ശേഷമാണ് ഇത്രയും വെള്ളം പൊങ്ങിയത് എന്ന് ജോൺ മാത്യു പറയുന്നു. അത് ആ സ്ഥലം അറിയാവുന്ന ഒരു ചേട്ടനാണ് എന്ന് തോന്നുന്നു. ജോൺ മാത്യു ചേട്ടൻ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് താനും. വെള്ളം ഇറങ്ങിപ്പോണ്ടേ, വെള്ളം ഇറങ്ങിപ്പോകുന്നത് അത്ര വേഗത്തിൽ പോകുന്നില്ല, അതാണ് പ്രശ്നം.